ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ശുക്രൻ്റെ രാശിമാറ്റത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ്. പൂർണ്ണശുഭൻ. ആ ശുക്രൻ രാശിക്ക് നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ രാശികളിലും പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് മേടം രാശിയിലേക്കാണ്. മെയ് മാസം 31-ാം തീയതിയാണ് ശുക്രൻ മീനത്തിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറി വരുന്നത്. മേടം രാശിയുടെ അധിപൻ കുജനാണ്. ചൊവ്വയുടെ രാശിയിലേക്കാണ് രാശി മാറി വരുന്നത്. ഈ രാശിമാറ്റം ഒരു 6 രാശികളിൽപ്പെട്ട 18 നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച്, നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ലഭിക്കും. ധനപരമായ ആ ഒരു സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ നന്മകൾ ലഭിക്കുന്ന സമയം. അതുപോലെ നല്ല അനുയോജ്യമായ വിവാഹം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം എന്നിങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ് ശുക്രൻ ഈ ഒരു രാശിമാറ്റത്തിലൂടെ ഒരു 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നൽകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ ശുക്രദശ നടക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? അതല്ല, നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ ശുഭനാണോ പാപനാണോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശ നടക്കുകയാണെങ്കിൽ ശുക്രൻ്റെ അപഹാരമാണോ എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം എത്രത്തോളം ഗുണഫലം, അതായത് നിങ്ങൾക്ക് ആ 100-ൽ 100% ഗുണഫലങ്ങൾ ലഭിക്കുന്നുള്ള സാധ്യതകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്കും അറിയുവാൻ സാധിക്കും. പലരും യൂട്യൂബിലും മറ്റും വരെ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങൾക്ക് നമ്മളെ അത്രമേൽ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. രാശിയുടെ ഫലം ഒരു പൊതുഫലമാണ്, അത് മനസ്സിലാക്കുക. സ്വന്തം ജനന ജാതകത്തിൻ്റെ പ്രാധാന്യം ഓരോ വ്യക്തികളും മനസ്സിലാക്കി ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ശുക്രൻ ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന രാശിക്കാർ ഏത് രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. മിഥുനം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ അത്രമേൽ ശുഭനാണ്. ആ ശുക്രൻ നിങ്ങൾക്ക് 11-ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ്. ഈ ശുക്രരാശി മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ്. മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്കൊരു പൂർത്തീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിജയിക്കുന്ന ഒരു സമയം. ചെറുതോ വലുതോ ആയിട്ടുള്ളൊരു സമ്പാദ്യം, ധനപരമായിട്ടുള്ള മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലവും ഒരു സമയവുമാണ്. അത്രമേൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭം എന്ന് പറയാം. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, പുണ്യം കൂടെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ ഈ ഒരു ശുക്രരാശി മാറ്റം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ, നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു ആശങ്ക, ഒരു വേവലാതി, ഇതൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം സംഭവിക്കുമ്പോൾ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഉയർന്ന ഒരു ജോലി, അവർക്ക് നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം, ഇതൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. അതുപോലെ അവരവരുടെ കുട്ടികളാൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന പല അനുഭവങ്ങളും ഈ സമയത്ത് വന്നു ചേരുകയും ചെയ്യും. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും കാലം, സമയം വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഒരുപാട് ശുഭച്ചിലവുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് മിഥുനരാശിക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയത്ത് പല വ്യക്തികളെയും സംബന്ധിച്ച് മെയ് 31 മുതൽ ഒരു വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു വിദേശ ജോലിയൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. വിദേശ ജോലി, വിദേശ യാത്ര, ഇതുമൂലം നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് മിഥുനരാശിക്കാരെ സംബന്ധിച്ച്. അപ്രതീക്ഷിതമായിട്ട് ശുഭച്ചിലവുകൾ മുന്നോട്ടുള്ള സമയം നിങ്ങൾക്ക് വന്നു ചേരും.
ചേരും. പലരെയും സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഭൂമി വാങ്ങുവാനും ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുമുള്ള യോഗം, അതൊക്കെ ശുഭച്ചിലവുകളാണ്. അതൊക്കെ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളിൽ പലർക്കും അനുഭവത്തിൽ വരും. അതുപോലെ ശുഭകരമായ മംഗളകരമായ വിവാഹം നടക്കുക, അതും ഒരു ശുഭച്ചിലവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ അനുഭവത്തിൽ വരുന്ന സമയം. മിഥുനരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ വാങ്ങുവാൻ അല്ലെങ്കിൽ കുടുംബത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതൊക്കെ ഒരു ശുഭച്ചിലവാണ്. പൊതുവെ മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുക, അനുയോജ്യകരമായ മംഗളകരമായ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക, അങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾ മിഥുനരാശിക്കാർക്ക് ഈ ഒരു സമയം ഒരു അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നന്മകളും ഭാഗ്യാനുഭവങ്ങളുമാണ് ഈ ഒരു സമയത്ത് വന്നു ചേരുന്നത്. ഈ സമയത്തിനെ നിങ്ങൾ ഓരോരുത്തരും വളരെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക. ശുക്രൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് 11ാം ഭാവമായ സർവാഭീഷ്ട ലാഭസ്ഥാനമായിട്ട് വരുന്നത് കൊണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ലാഭങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. ഒരുപാട് ഉയർച്ച, സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശുക്രൻ നിങ്ങൾക്ക് അത്രയും ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. ഒരുപാട് നല്ല മാറ്റങ്ങൾ, ധനപരമായ നേട്ടം, മുന്നേറ്റങ്ങൾ, ലൗകിക ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സുഖം, ഇതൊക്കെ ശുക്രൻ നിങ്ങൾക്ക് നൽകും. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മുന്നോട്ടുള്ള സമയത്ത് എത്രത്തോളം വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കും, എത്ര നല്ല മാറ്റങ്ങൾ ലഭിക്കുമെന്നൊക്കെ ഓരോ വ്യക്തിക്കും വ്യക്തമായിട്ട് അറിയുവാനും സാധിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഈ ഒരു ശുക്രരാശി മാറ്റം, ശുക്രൻ മീനത്തിൽ നിന്നും മേടം രാശിയിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരാണെന്ന് നോക്കിയാൽ അത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്കിത് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. ഇതിലൊരു പ്രധാന കാര്യം എന്നുള്ളത് ശുക്രൻ വളരെ തനിക്ക് സമനായിട്ട് കാണുന്നൊരു ഗ്രഹമാണ് കുജൻ, ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുജൻ എന്ന് പറയുന്ന ഗ്രഹം, ചൊവ്വ ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഭാഗ്യാധിപതിയായ ഗ്രഹമാണ്. ആ ഭാഗ്യാധിപതിയായ ഗ്രഹത്തിൻ്റെ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. അത് നിങ്ങൾക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ട് കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. ഈ ഒരു കാലഘട്ടങ്ങൾ ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, സുഖാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ശാരീരികവുമായും മാനസികവുമായും ഒരു സുഖം, സന്തോഷം, സമാധാനം, തൃപ്തി ലഭിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഏറ്റവും നല്ല സമയം, കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ മനസ്സിന് അത്രമേൽ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് തൃപ്തി, സന്തോഷം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. മാനസികമായും ശാരീരികമായും ഒരു മുന്നേറ്റം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സമാധാനം, സന്തോഷം, സുഖമൊക്കെ ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും, ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി നടന്ന് മുന്നോട്ട് പോകണം. അത് ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും, ആരോഗ്യത്തിലുള്ള നല്ല ഒരു സ്ഥിതിയാണെങ്കിലും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വിട്ടുമാറുക, അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ, നന്മകൾ നൽകുന്ന ഒന്നാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഈ ഒരു സമയത്ത് വന്നു ചേരും. ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും പലതരത്തിലായിരിക്കും ഈ ഒരു സമയത്തൊരു ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുക. ചിലർക്ക് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജോലി ലഭിക്കുന്നത് മൂലം, മറ്റു ചിലരെ സംബന്ധിച്ചൊരു വിദേശ ജോലിക്കായിട്ട് പരിശ്രമിച്ച് അതിനൊരുപാട് തടസ്സമുണ്ടായിരുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി വിദേശ ജോലി, വിദേശവാസം, വിദേശ പഠനം, ഇതിനൊക്കെ ഉള്ള ഒരു സാധ്യത ഉള്ള ഒരു ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ തന്നെ ശുക്രൻ
ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരുത്തി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു അന്യോന്യം, ഒരു സ്നേഹം ഒക്കെ നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഈ ഒരു സമയത്ത് വന്നു ചേരും. അതുപോലെ തന്നെ ആരോഗ്യത്തിന് ആ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച അത് എടുത്തു പറയേണ്ട ഒന്നാണ്. സാമ്പത്തികം, ധനം നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രൻ്റെ രാശിമാറ്റം ജീവിതത്തിൽ പല പുതിയ തുടക്കങ്ങൾക്കും ഒരു കാരണമാകും. പലരെയും സംബന്ധിച്ച് ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു പുതിയ തൊഴിലോ ഒരു ബിസിനസ് സംരംഭങ്ങളോ ആരംഭിക്കുവാൻ സാധിക്കും. അതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയവുമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന ആ പ്രയാസങ്ങൾ, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ പിതാവിനെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം പിതാവിൽ നിന്നും ഒരുപാട് ഗുണഫലങ്ങൾ, നന്മകൾ നൽകുന്ന നേട്ടങ്ങൾ പലർക്കും അനുഭവത്തിൽ വരും, സ്വന്തം പിതാവിൽ നിന്ന്. അതുപോലെ അവരവരുടെ പിതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നവരാണെങ്കിൽ പിതാവിൻ്റെ ആരോഗ്യമൊക്കെ വളരെ മെച്ചപ്പെട്ട് പിതാവിന് ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. പിതാവിനാൽ നിങ്ങൾക്കും നിങ്ങളാൽ പിതാവിനും ഒരു ഗുണഫലം, നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഈ ശുക്രൻ രാശിമാറ്റം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകൾ നിങ്ങൾക്ക് നൽകും. മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അത്ര നല്ലൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസമായിരിക്കും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്നതെന്ന് മനസ്സിലാക്കുക. എല്ലാ തരത്തിലും നിങ്ങൾക്ക് അത്രമേൽ ഒരു ഉയർച്ച, ഉന്നതി ലഭിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ ഇപ്പോൾ താമസിക്കുന്ന ഭവനമൊക്കെ ഒന്ന് പുതുക്കി പണിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെ അതിനുവേണ്ടി എന്തെങ്കിലും ലോണൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, അതിനൊക്കെ സമീപിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് കിട്ടി. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയുവാനോ അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ല രീതിയിലുള്ളൊരു സ്ഥാനം മാറ്റമോ ഇടം മാറ്റമോ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ ശുക്രൻ്റെ സ്ഥിതി മനസ്സിലാക്കുക. ജാതകവശാൽ നടക്കുന്ന ദശാകാലമൊക്കെ നോക്കി ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും എന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ശുക്രരാശി മാറ്റം. ശുക്രൻ മീനത്തിൽ നിന്ന് മേടം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരാണെന്ന് നോക്കിയാൽ അത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് വളരെയധികം നന്മകൾ, നേട്ടങ്ങളാണ് നൽകുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ പൂർണ്ണ ശുഭനാണ്. തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ നൽകും. എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് ധനപരമായിട്ടും കുടുംബ സംബന്ധമായിട്ടുമുള്ള ഒരു അഭിവൃദ്ധി, ഉയർച്ച തന്നെയാണെന്ന് നിസ്സംശയം പറയാം. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളുള്ള ഒരു തുലാം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടി നല്ല രീതിയിലൊരു സാമ്പത്തികമായിട്ടൊരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. ഇതിനു മുൻപ് നിങ്ങളുടെ കൈകൾ കൊണ്ട് ആർക്കെങ്കിലും പണം കടം കൊടുത്ത്, അത് സ്വന്തം ബന്ധമോ സുഹൃത്തുക്കളോ ആരുമാകാം, പക്ഷെ ഒരുപാട് നാളുകളായി ആ പണം ചോദിച്ചു പുറകെ നടക്കുന്നു, പക്ഷെ പണം തിരിച്ച് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മെയ് 31 ഈ ശുക്രരാശി മാറ്റം സംഭവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണം, കിട്ടാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ ഏതെങ്കിലും ലോണ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്, അതിനൊക്കെ കാലതാമസം, തടസ്സം അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികപരമായിട്ടുള്ള ലോണ് ഒക്കെ നിങ്ങൾക്ക് ശരിയായി നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുന്ന ഒരു സമയം. അതുപോലെ നിങ്ങൾ
കൊടുക്കാനായിട്ടുണ്ടായിരുന്ന വ്യക്തികൾ, നിങ്ങൾ ആർക്കാണോ ഒരു ബാധ്യതപ്പെട്ട് നിൽക്കുന്നത്, അങ്ങനെ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കാൻ തക്ക തരത്തിലുള്ള ഒരു ധനവരവ്, ഒരു പണവും നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. എല്ലാ തരത്തിലും സാമ്പത്തികപരമായിട്ടുള്ള നല്ലൊരു മാറ്റം, നല്ലൊരു ഉയർച്ച നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരും. അതുപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, പലതരത്തിലുള്ള മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ശുക്രരാശി മാറ്റം. കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള അകൽച്ചകൾ, പ്രയാസങ്ങൾ, മനപ്രയാസങ്ങളൊക്കെ വിട്ടുമാറി ആ കുടുംബ ബന്ധങ്ങളിൽ ഒരു സന്തോഷം, സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. നിങ്ങളുടെ വാക്കിന് തന്നെ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നല്ലൊരു മതിപ്പും വിലയും ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ രാശി മാറി വരുമ്പോൾ അത് 7ാം ഭാവമായ കളത്രസ്ഥാനം, കളത്രഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ തുലാം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ദാമ്പത്യപരമായ ക്ലേശങ്ങൾ, അതായത് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉള്ള വ്യക്തികൾ, അതല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് 2 വീടുകളിലായി മാറി താമസിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ വേർപിരിയലിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവർ, അങ്ങനെ ദാമ്പത്യ സംബന്ധമായിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്ന് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ സ്വയം പറഞ്ഞ് പരിഹരിച്ച് നിങ്ങൾക്ക് അന്യോന്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി രമ്യതയിൽ ജീവിച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന മനപ്രയാസങ്ങളോ കാലതാമസങ്ങളോ തടസ്സങ്ങളോ ഈ സമയത്ത് മാറി നല്ലൊരു വിവാഹബന്ധം വന്നു ചേരും. അതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായി ഒരു പുനർവിവാഹത്തിനോ 2ാം വിവാഹത്തിനൊക്കെ കാത്തിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അങ്ങനൊരു ഭാഗ്യവും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം അപ്രതീക്ഷിതമായ ചില നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ്. നമ്മൾ പറയാറില്ലേ, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, അല്ലെ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഇത്രയും നല്ലൊരു മാറ്റം സംഭവിക്കുമെന്ന് കരുതിയില്ല. അതുപോലെ കാലാകാലങ്ങളായി നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പല സ്വപ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ പല നന്മകൾ, പല നേട്ടങ്ങൾ ഒക്കെ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. ഈ ശുക്രരാശി മാറ്റം പലർക്കും പലതരത്തിലാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ. ചിലരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ ജോലിയിൽ ആഗ്രഹിച്ച ഒരു സ്ഥാനമാറ്റമോ ഉയർച്ചയോ ഒക്കെ വന്നു ചേരും. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് തുലാം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം, വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ഉയർന്ന കോഴ്സിന് ചേരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി പഠനം, വിദേശ പഠനം, ഇതിനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം വരും. അതുപോലെ വിദേശ ജോലിക്കായിട്ട് പരിശ്രമിച്ചു അതിലെന്തെങ്കിലും വിസ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അത് വിട്ടുമാറി നിങ്ങളുടെ വിസ സംബന്ധം അങ്ങനെയുള്ള പേപ്പർ വർക്കുകളൊക്കെ സുഗമമായി തീർന്ന് നിങ്ങൾക്ക് വിദേശ ജോലി, അതുപോലെ വിദേശ പഠനം, ഇതിനൊക്കെയുള്ള ഒരു സമയവും കാലവുമാണ് അനുഭവത്തിൽ വരുന്നത്. അതുപോലെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ആ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്നും ഈ ശുക്രരാശി മാറ്റം ഒരു മുക്തി നിങ്ങൾക്ക് നൽകും. എല്ലാം കൊണ്ടും വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ശുക്രരാശി മാറ്റം. തുലാം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം നിങ്ങളുടെ ജനന ജാതകം നോക്കി ആ ശുക്രൻ്റെ സ്ഥാനം, ഭാവം, ശുക്രദശ നടക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ ജാതകവശാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്ന ഫലങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അറിയുവാനും സാധിക്കും. ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്നും നടക്കുന്ന ദശാകാലത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്നും ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം നൽകുന്ന ഒരു കാലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ രാശി മാറി വരുന്നത് നിങ്ങൾക്ക് 5ാം ഭാവത്തിലേക്കാണ്. 5ാം ഭാവം എന്ന് പറയുന്ന പൂർവ്വപുണ്യസ്ഥാനം. ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപൻ തന്നെ കുജനാണ്, ചൊവ്വ. ആ ചൊവ്വയുടെ രാശിയായ മേടത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് ആ പൂർവ്വപുണ്യസ്ഥാനമായിട്ട് വരുന്നതും ഏറ്റവും ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആദ്യം ധനുരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു നല്ല
മാറ്റം, നല്ലൊരു മോചനം ലഭിക്കുന്ന സമയം. ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് തന്നെയാണ് ഭാഗ്യവും. ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്ന് വിട്ടുമാറുവാനും സാധിക്കും. അതുപോലെ ധനുരാശിക്കാരായ വ്യക്തികൾ ആരെല്ലാമാണോ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അതായത് ഒരു ഭൂമി നിങ്ങൾക്ക് പൂർവികപരമായിട്ട് കൈകളിലേക്ക് ലഭിക്കുവാനുണ്ട്, പക്ഷേ അത് ലഭിക്കാത്ത തരത്തിൽ എന്തെങ്കിലും കേസോ വഴക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് വിട്ടുമാറി ആ ഭൂമി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. അതുപോലെ സ്വന്തമായൊരു ഭൂമിയുണ്ട്, അത് വിൽക്കാനായി കുറച്ച് കാലങ്ങളായി ശ്രമിക്കുന്നു, ആ ഭൂമി വിറ്റ് പോകുന്നില്ല, ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ബാധ്യതകൾ, മറ്റ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇത്രയും കാലം തടസ്സമുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി ആ തടസ്സങ്ങൾ വിട്ടുമാറി ആ ഭൂമി ക്രയവിക്രയങ്ങൾ നടത്തി നിങ്ങൾക്ക് ആ പണം ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുപോലെ കാലാകാലങ്ങളായി സ്വന്തമായൊരു ഭൂമി വേണം, ഒരു ഗൃഹം വേണം എന്നാഗ്രഹിക്കുന്ന ധനുരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു ഭൂമി വാങ്ങാം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ സമയം, ഒരു കാലവുമാണ് ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച്. നിങ്ങളെ സംബന്ധിച്ച് താമസിക്കുന്ന ഭവനം പുതുക്കി പണിയുവാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തായതുകൊണ്ട് അത്രമേൽ ശുഭമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു ശുക്രൻ രാശിമാറ്റം നിങ്ങൾക്ക് ഒരുപാട് ശുഭചിലവുകൾ നൽകുന്ന ഒരു കാലമാണെന്ന് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലവുകൾ ഉണ്ടാകും, പക്ഷേ ആ നിങ്ങൾക്ക് ലഭിക്കുന്ന ചിലവുകൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചിലവുകളൊക്കെ ശുഭചിലവുകളായിട്ട് മാറാനുള്ള സാധ്യത. സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുക, ഇതൊക്കെ ശുഭചിലവുകളുടെ കൂട്ടത്തിൽ വരും. ചിലരെ സംബന്ധിച്ച് ഈ സമയത്ത് ഒരു ഇരുചക്ര വാഹനമെങ്കിലും സ്വന്തമായി വാങ്ങുവാനുള്ള ഒരു യോഗമുണ്ടാകും, അതും നിങ്ങളെ സംബന്ധിച്ച് ഒരു ശുഭചിലവാണ്. അതുപോലെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുന്ന ഒരു സമയമാണ് ധനുരാശിയിൽപ്പെട്ട പലർക്കും. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചൊരു വിവാഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. ഒരു നിശ്ചയം കഴിഞ്ഞ് വിവാഹം മുടങ്ങിപ്പോയ അവസ്ഥ വരെ ഈ നക്ഷത്രക്കാരിൽ പലർക്കും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് വ്യക്തമാകാത്ത തരത്തിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു വിവാഹം നിങ്ങൾക്ക് വന്നു ചേരും. അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടും. ധനുരാശിക്കാരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായി ഒരു സന്താന ഭാഗ്യമില്ല, സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു സന്താന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, നിങ്ങൾ നടത്തി വന്ന ചികിത്സകൾക്കൊക്കെ ഫലം ലഭിക്കുന്ന ഒരു കാലവുമാണ്. ധനുരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആ വിഷമതകൾ, ആകുലതകളൊക്കെ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഉയർ വിദ്യാഭ്യാസമോ, അവർക്ക് ആഗ്രഹിച്ച പോലെ നല്ലൊരു ജോലി ലഭിക്കുക, സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം ലഭിക്കുക, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അവർക്ക് നല്ല വിവാഹം നടക്കുക, ഇതൊക്കെ സംഭവിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുകൊണ്ട് ധനുരാശിക്കാർക്ക് ഈ ശുക്രരാശി മാറ്റം എല്ലാ തരത്തിലും വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലവുകൾ വരുന്ന ഒരു സമയമാണ്, പക്ഷേ ചിലവുകളൊക്കെ നിങ്ങൾക്ക് ശുഭചിലവുകളായി, നല്ല ചിലവുകളായിട്ട് മാറുന്ന ഒരവസ്ഥ അനുഭവത്തിൽ വരും. പലർക്കും ഈ ഒരു സമയം അപ്രതീക്ഷിതമായ ചില ക്ഷേത്രങ്ങൾ, അല്ലെ പുണ്യസ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനൊരു ഭാഗ്യവും ഈ ശുക്രൻ നൽകും എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച് നിങ്ങൾ ഓരോരുത്തരും ആ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും പരിഗണിച്ച് മുന്നോട്ട് പോകുക. അത് വളരെ ഉത്തമമാണ്. ജാതകത്തിന് അത്തമിൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ സമയം, ഉത്തമമായ കാലമാണ് നിങ്ങളെ സംബന്ധിച്ച്. ശുക്രൻ നിങ്ങൾക്ക് 4-ാം ഭാവമായ കേന്ദ്ര സ്ഥാനത്തിലേക്ക് രാശി മാറി വരുന്ന സമയമാണ്. സുഖസ്ഥാനത്തേക്ക് വരുന്ന ഒരു കാലം, ഒരു സമയം. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. അങ്ങനെയുള്ള ആ ഒരു ഗ്രഹം നിങ്ങൾക്ക് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത്, സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖദുരിതങ്ങൾ, കഷ്ടതകൾ വിട്ടുമാറി ലൗകിക ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചകൾ, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയം, ഒരു കാലമാണ്. നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഐശ്വര്യങ്ങൾ, സർവാഭീഷ്ടങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്.
നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നിങ്ങൾക്ക് നല്ലൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ ജീവനസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. 10ാം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് 4ാം ഭാവമായ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ആരാണെങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി എല്ലാം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. ഇത്രയും കാലം നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന നിങ്ങളുടെ ജോലിയിലൊരു ഉയർച്ച, കർമ്മത്തിലൊരു ഉയർച്ച, അത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പദവിയിലേക്ക് ഒരു പദവി ഉയർച്ചയായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ഥാനമാറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ഇടം മാറ്റമായിരിക്കാം. അതുപോലെ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി കർമ്മത്തിൽ ഉയർച്ച ലഭിക്കുന്ന സമയം. ബിസിനസ്, സ്വന്തം തൊഴിലൊക്കെ നടത്തുന്നവർക്ക് അതിലൊക്കെയുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും. ജോലി ഇല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ പോലും ഈ സമയത്ത് അർഹിക്കുന്ന യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള നല്ല ഒരു ജോലി ലഭിക്കുന്ന സമയം. കർമ്മം കൊണ്ട് വളരെയധികം ഉയരുക, അത് ആഗ്രഹിച്ചതുപോലെ കർമ്മത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, കർമ്മം കൊണ്ട് കൂടുതൽ ധനനേട്ടം, വരുമാനം ലഭിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് നൽകും. ചെറുതോ വലുതോ ആയിട്ടുള്ള നിങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും, എന്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന പണം പാഴ്ചിലവുകളൊക്കെ വിട്ട് മാറി അതൊക്കെ ശുഭച്ചിലവുകളാക്കി ഒരു സമ്പാദ്യം നിങ്ങൾക്കും ലഭിക്കുന്ന ഒരു കാലം, നല്ലൊരു സമയമാണ്. ശരീരത്തിനും മനസ്സിനും സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. എല്ലാത്തിനും ഒരു പൂർണ്ണ വിജയമാണ് മകരം രാശിക്കാർക്ക് ലഭിക്കുന്നത്. ശുക്രൻ അത്രമേൽ ശുഭനായ ഗ്രഹമായതുകൊണ്ട് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. മറ്റു ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്നു ചേരും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് യോഗകാരകനാണ്. എല്ലാവിധ യോഗങ്ങളും നൽകുന്ന ഗ്രഹം. നല്ല ജോലി, നല്ല ആരോഗ്യം, നല്ല ദാമ്പത്യ ജീവിതം, സന്താന ഭാഗ്യം, അതുപോലെ ഭൂമി, ഗൃഹം എന്നു വേണ്ട എല്ലാ നന്മകളും, വണ്ടി, വാഹനങ്ങൾ, എല്ലാ യോഗങ്ങളും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ 4ാം ഭാവമായ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അടിത്തറ നൽകുന്ന തരത്തിൽ മുന്നോട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു നല്ല കാലം, നല്ല സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. അതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മാനസികമായ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് അത്രമേൽ ശുഭാപ്തി വിശ്വാസം, സന്തോഷം, ആത്മവിശ്വാസം, ആത്മധൈര്യമൊക്കെ ലഭിക്കും. ശാരീരികപരമായിട്ടും വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും അതിലൊക്കെ പൂർണ്ണ മാറ്റം, ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയം. എല്ലാം കൊണ്ടും മകരം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമമായ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളാണ് വരുന്നത്. അത് മകരം രാശിക്കാരെ സംബന്ധിച്ച് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് അനുഭവം വരും. അതുപോലെ സ്വന്തം സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കും നല്ല ഒരു മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ സമയം സ്വന്തം ജനനജാതകം പ്രത്യേകം പരിശോധിക്കുക. ജാതകവശാൽ ശുക്രദശ നടക്കുന്നുണ്ടോ, ശുക്രൻ്റെ അപഹാരമാണോ, ശുക്രൻ്റെ സ്ഥാനവും ഭാവവും, അങ്ങനെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഭവത്തിൽ വരും എന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയുടെ അനുഗ്രഹത്താൽ മകരം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ശുക്രരാശി മാറ്റം നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ 2ാം ഭാവമായ ധനസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്ന കാലമാണ്. ഏറ്റവും ഉത്തമമായ സമയം. മീനം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് വരുന്ന സമയം. അത് നിങ്ങൾക്ക് 2ാം ഭാവമായ ധനസ്ഥാനം, ധനകാരകനായ കുജൻ്റെ രാശിയാണ് മേടമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ധനകാരകൻ, സാമ്പത്തികം നൽകുന്ന, ധനം നൽകുന്ന ഗ്രഹവും ഭാഗ്യാധിപതിയുമായ ചൊവ്വയുടെ രാശിയിലേക്ക് ശുക്രൻ രാശി മാറി വരുമ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനാഗമം വരുന്ന ഒരു സമയം. എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കും പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന മീനം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഉത്തമ സമയം, ഉത്തമ കാലമാണ്, യാതൊരു സംശയവുമില്ല. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖം വന്നു ചേരുന്ന സമയം. കുടുംബത്തിൽ, അതായത് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്നവരാണെങ്കിൽ
അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി എല്ലാവിധത്തിലുള്ള നന്മകളും നിങ്ങൾക്ക് ഈ ഒരു സമയം വന്നു ചേരും എന്നുള്ളതാണ്. ധനപരമായ നേട്ടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു കാലം, ഒരു സമയമാണ്. അതുപോലെ കുടുംബത്തിൽ തന്നെ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾ നടക്കുക, കുടുംബത്തിൽ സന്തോഷം ലഭിക്കുക, സമാധാനം ലഭിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. മീനം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം എല്ലാ തരത്തിലും ഉത്തമമാണ്. ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ധാരാളമായിട്ട് വന്നു ചേരും. പലർക്കും പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ശുക്രൻ നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും ഈ സമയത്ത് സാധിക്കാൻ പറ്റുന്ന സമയം. ഇറങ്ങിത്തിരിച്ചാൽ പല കാര്യങ്ങൾക്കും അതുപോലെ നേട്ടങ്ങളും നന്മകളും വന്നു ചേരും. ഇപ്പോൾ രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ചയാണ് പ്രധാനമായിട്ടും അനുഭവത്തിൽ വരുന്നത്. എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു നന്മകൾ ലഭിക്കും. നിങ്ങളുടെ വാക്കിന് തന്നെ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ ഒരു വില ലഭിക്കുന്ന സമയം. കാരണം നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന സമയം, അത് പാലിക്കുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം ശുക്രൻ നിങ്ങൾക്ക് നൽകും. ലൗകിക ജീവിതത്തിലെ എല്ലാ നന്മകളും സുഖങ്ങളും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് ധനകാരകനായ കുജൻ്റെ ചൊവ്വയുടെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തമമായ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും, എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ഒക്കെ വളരെ നല്ല നേട്ടങ്ങൾ, നന്മകൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. എല്ലാ തരത്തിലും ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. പിതൃവഴിയിൽ ആ പിതാവിൻ്റെ പൂർവിക വഴിയിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ചില നന്മകൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഒരു സമയമാണ്. പിതാവിൽ നിന്നും ഒരു നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും ശുക്രദശ നടക്കുന്നവരുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊരു പരിഹാരം കൂടെ ചെയ്തു പോയാൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.